Amrithveni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. നമുക്ക് ഈ ഒരു 5 പേരിൽ ഇന്നായിട്ടുള്ളത് സ്നേഹയാണ്. സ്നേഹ, കൺഗ്രാറ്റ്സ് സ്നേഹ. ഇനി ട്രെയിൻ പിടിച്ച് ഈ വഴിക്ക് വരല്ലേ? എക്സ്പ്രഷൻ അല്ല, ഇനി വരാൻ സമയമൊന്നും ഇല്ല. വരില്ല. ഇനി വരാൻ നോക്കാം. ഇനി അടുത്തതിൽ ടോപ്പ് 5 വന്നാലേ നേരെ ഫിനാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ട്രെയിൻ ആ വഴി പോവും. പോയിരുന്നോ? താങ്ക് യു മാം. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. അപ്പൊ ജഡ്ജസ് ക്വാർട്ടർ ഫൈനൽസിലെ സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ സെമി ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസ് അവസാനിക്കുമ്പോൾ താൽക്കാലികമായി നമ്മളെ വിട്ടു പോകുന്നത് ശിവനന്ദ, അജൽ, അനഘ ആൻഡ് കീർത്തി. പക്ഷേ വലിയ കാര്യം, നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസസ് ആണ് നിങ്ങളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ നല്ല ഫ്രണ്ട്സ്, നല്ല ക്രൂ, നല്ല ടീം, നല്ല ജഡ്ജസിനൊക്കെ ആയിട്ട് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ജഡ്ജസിന്റെ കൂടെ ഒക്കെ ഇടപഴകാൻ പറ്റി, അവരുടെ ജഡ്ജ്മെന്റ് കേൾക്കാൻ പറ്റി. അപ്പൊ അതൊക്കെ തന്നെ വലിയ ഭാഗ്യല്ലേ? പാറു, അതെ, ഈ 24 കണ്ടസ്റ്റൻസ് എന്നല്ല ഈ 12 വന്നത്. എത്രയോ ആയിരക്കണക്കിന് കണ്ടസ്റ്റൻസ് എന്നാണ് ഇവരിവിടെ വന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് ചിൽ, ഡോണ്ട് വറി. എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. മ്യൂസിക് വിടാതെ ഇരിക്കുക. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനൊക്കെ ഭയങ്കര സ്കോപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക. മ്യൂസിക് കീപ് വർക്കിംഗ് കേട്ടോ. പിന്നെ ഇത് നിങ്ങളുടെ ഈ ദിവസത്തെ ഒരു ഭാഗ്യം എന്നുള്ള മാത്രം ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഹെൽത്ത് ഇഷ്യൂ ആണെന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യാത്തോണ്ടല്ല, പാടാൻ പറ്റാത്തോണ്ടല്ല. നിങ്ങളും ഇവരെ പോലെ തന്നെ മാർക്സ് വെച്ച് നോക്കുമ്പോഴെല്ലാം കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇത് ഈ ഹെൽത്ത് ഇഷ്യൂ കാരണം മാത്രം സംഭവിച്ചതാണെന്ന് നിങ്ങൾക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് കീപ് പ്രാക്ടീസിങ്. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ 4 പേരെയും അറിയാം. സൂപ്പർ സ്റ്റാറിലൂടെ നിങ്ങളെ എല്ലാവരും, നിങ്ങളുടെ ഫാമിലിനെ അറിയാം. ഇനി നിറയെ ഷോസ് ഒക്കെ കിട്ടട്ടെ, നിറയെ പാടാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഫോർ. ചേച്ചി, ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഗ്രൂമേഴ്സ് 2 പേര് ഇവിടെ വന്ന സമയത്ത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെ ആ സമയത്ത് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് 2 പേരാണ്, രൂപി സാറും രജി മാം. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. എനിക്ക് ആദ്യം തന്നെ അമ്മയുടെ അടുത്ത് ഒത്തിരി നന്ദി പറയാണ്ട്. കാരണം അമ്മ കാരണമാണ് ഞാനിപ്പം ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. പിന്നെ ഇങ്ങനൊരു വേദി തന്നതിന് സതീഷ് സാറിന് ഒത്തിരി നന്ദി. പിന്നെ ഇപ്പം കീർത്തി പറഞ്ഞ പോലെ ഗ്രൂമേഴ്സ് ഇപ്പം സാരല്ലേ പറഞ്ഞു. ഞാൻ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ സമയത്ത് ഈ സ്റ്റേജിന്റെ ബാക്കിൽ, LED ബോളിന്റെ ബാക്കിൽ ഒരു 15-20 മിനിറ്റ് നമ്മളെ ഇൻട്രോ എപ്പിസോഡ് ഉണ്ടല്ലോ. അപ്പൊ അതിന് മുന്നേ 15 മിനിറ്റ് നിന്ന ഒരു ഞാനുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇപ്പം ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒത്തിരി പേരെടുത്ത് ഞാൻ അങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കത് സെൽഫായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം പാട്ടിലായാലും ഓരോരുത്തരുടെ അടുത്തും ഇടപഴകുന്നതായാലും അപ്പൊ അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂമേഴ്സിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്, ഒരു സോൺ ഉണ്ട്. നമുക്കൊരു പേഴ്സണൽ സ്പേസ് രൂപേഷ് സാറും രജി മിസ്സും എപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒത്തിരി നന്ദി അവരുടെ അടുത്ത്. പിന്നെ ജഡ്ജസ്, ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള ജഡ്ജസിന്റെ മുന്നിൽ നിന്ന് ഇത്രയും നാൾ പാടാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എനിക്ക് ഇതിൽ സൂപ്പർ സ്റ്റാറിൽ കയറിയതിന് ശേഷമാണ്
നമ്മളെ എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മുടെ പുറമേ ഉള്ള ഫ്രണ്ട്സ് ആയാലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എല്ലാവരും ഭയങ്കര ലൈക്ക് എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും പിന്നെ ഇവിടെ ഭയങ്കര പ്രഷറൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പുറമെ റിയാലിറ്റി ഷോസിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്കങ്ങനെ ഒത്തിരി ഫ്രീഡം ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സതീഷ് സാറാണെങ്കിലും പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ളത് അശ്വതി, അർച്ചനേച്ചി, പിന്നെ എൻ്റെ 2 അനിയന്മാരൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്, സഞ്ജയും അശ്വിനും. അപ്പം അവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും, അതിൽ മാത്രമേ വിഷമമുള്ളൂ. അല്ലാതെ ഞങ്ങളെ ഒന്നും മിസ് ചെയ്യത്തില്ലേ? മോളെ ഞങ്ങളെയൊക്കെ ഇനിയും കാണാം, ഇവിടെ വന്നാ മതി, എല്ലാരും വല്ലപ്പോഴെങ്കിലും. നേരത്തെ സാറ് പറഞ്ഞില്ലേ പറഞ്ഞതാ കേട്ടാ, നമ്മളെ ഒന്നും മിസ് ചെയ്യണ്ട, ഞങ്ങൾ മിസ് ചെയ്തോളാം നിങ്ങളെയൊക്കെ. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞാൻ ശരിക്കും ഈ ഷോയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല. ഞാൻ പുറത്തോട്ട് എബ്രോഡ് ജോബിന് വേണ്ടി പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആക്സിഡൻ്റലി ഇങ്ങനെ അപ്ലൈ ചെയ്തു, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പാട്ട് പാടാണ്ടിരുന്ന ഞാൻ പിന്നെ പെട്ടെന്ന് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറേ പാട്ട് പാടാൻ പറ്റി ഇവിടെ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ അമൃത സൂപ്പർ സ്റ്റാറിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ജഡ്ജസ്, പിന്നെ സതീഷ് സാർ, എല്ലാവർക്കും, പിന്നെ പാറു, എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ചെറുതിലെ റിയാലിറ്റി ഷോസൊക്കെ കാണുമ്പോൾ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റി. എല്ലാ ഗായകരും എല്ലാ പാട്ടുകാരുടെയും ആഗ്രഹം അതായിരിക്കും, കുഞ്ഞാഗ്രഹം അതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഷോ ഒക്കെ വരുമ്പം അമ്മയും അച്ഛനൊക്കെ പറയും, നീ എപ്പോഴാണ് ഇങ്ങനെ ഒരു വേദിയിലൊക്കെ നമുക്ക് എപ്പോഴാണ് കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറയും. അങ്ങനെ കുറേ കാത്തിരുന്ന് അവസാനം ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മോശ സമയത്തിലിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു ഷോ എന്തോ ദൈവഹിതം പോലെ എൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ സമയത്ത് ഒരുപാട് സ്വപ്നം കണ്ടൊരു വേദിയായിരുന്നു. എൻ്റെ മാക്സിമം കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായി. ആദ്യത്തെ ഷെഡ്യൂളിലൊക്കെ എന്താ പറയുക, ജലദോഷവും കാര്യങ്ങളൊക്കെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി ഓക്കെ ആക്കി പ്രാക്ടീസ് ചെയ്തു, എല്ലാം സെറ്റായി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതുവരെ എത്താൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛനമ്മക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എല്ലാ മക്കളെയും ഉള്ള പോലെ തന്നെ എന്നിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ എന്തും എനിക്ക് നടത്തി തരുന്ന അച്ഛനമ്മയാണ് എനിക്കുള്ളത്. അതിലൊരു എന്താണ്, അവർക്കിപ്പം സാമ്പത്തികമായി കഴിയുന്നില്ലെങ്കിലും അവർക്കുള്ള പോലെ തന്നെ അവർക്ക് എന്താണ് ഉള്ളത് അത് വെച്ച് തന്നെ എന്താണ് എനിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തരും. അതുപോലെ തന്നെ എനിക്കൊരു ടീച്ചറുണ്ട്. ടീച്ചറാണ് ഈ ഒരു പേര് ഉഷ ടീച്ചറാണ്. അപ്പം ടീച്ചറാണ് ഈ ഒരു മ്യൂസിക്കിൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം കൊണ്ടാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു TV ഷോയിൽ പങ്കെടുക്കുന്നതിന് അമൃത TVയിലൂടെയാണ്. അമൃത TVയിലെ റെഡ് കാർപ്പറ്റിലൂടെയായിരുന്നു ആദ്യമായിട്ടൊരു ഷോയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അമൃത TVയോടുള്ള നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാവും. ഞാനിനി എവിടെ എത്തിയില്ലെങ്കിലും അല്ലെ എവിടെയെങ്കിലും എത്തിയാലും ആ ഒരു നന്ദി ആ ഒരു നന്ദിയും സ്നേഹവും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അന്നും സതീഷ് സാർ തന്നെ ആയിരുന്നു, ഇന്നും സതീഷ് സാർ തന്നെ. സതീഷ് സാറിന് ഒത്തിരി നന്ദി. പിന്നെ ശരത് സാറും, മഞ്ജരി മാം, ഷാൻ സാർ, പിന്നെ MG സാർ, ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും. എൻ്റെ സംഗീതത്തിൻ്റെ ഗുരു ശ്രീജയ മാഷ്, പിന്നെ ശ്രീജയ മാഷ് ആണ് എന്നെ ആദ്യം സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ മജിലേഷ് മാഷ് അടുത്ത് പഠിച്ചു. പിന്നെ വീണ്ടും ഇപ്പൊ ശ്രീജയ മാഷിനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വയലിനും കൂടി പഠിക്കുന്നുണ്ട്. അപ്പം സാറിനും എല്ലാവർക്കും എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഈ ഷെഡ്യൂളിൽ വരുമ്പോൾ ഈ ഡ്രസ്സൊക്കെ എനിക്ക് തയ്ച്ചു തരുന്നത് പ്രിയങ്ക എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈനലിൽ അങ്ങനെ എത്തുവാണെങ്കിൽ ഫൈനലിലുള്ള എല്ലാ ഡ്രസ്സും ഞാൻ സ്പോൺസർ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ വാക്ക് ഞാനിപ്പോ മിസ് ചെയ്യുന്നു. ചേച്ചിക്ക് ഒരുപാട് നന്ദി. പൊട്ടിക്കരഞ്ഞവരൊക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നു തുടങ്ങി. ശരത് സർ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞങ്ങൾ അങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്.
ഓക്കെ ജഡ്ജസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കായിട്ട് മെമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞിരിക്കുകയാണ്. കീർത്തി, അനഘ, ശിവനന്ദ ആൻഡ് അജിൽ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മക്കളെ, അപ്പൊ ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫിനാലേക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി കാണാം. ഓക്കെ, ബൈ.